വെൽക്കം ബാക്ക് ടു എജുപിസി. ഇന്ന് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിഡ് യു എവർ വണ്ടർ? ലാസ്റ്റ് ഇയർ വി ലുക്ഡ് അറ്റ് ഇൻട്രസ്റ്റിംഗ് തോട്ട് എക്സ്പെരിമെൻറ്റ്സ് ഇൻ ദ ചാപ്റ്റർ ഓൺ ലാർജ് നമ്പേഴ്സ്. ലെറ്റ് us continue this journey. Nanjundappa wants to donate jaggery equal to Roxy's weight and wheat equal to Estu's weight. അപ്പോൾ നഞ്ചുണ്ടപ്പയ്ക്ക് റോക്സിയുടെ വെയ്റ്റിന് ഈക്വൽ ആയിട്ടുള്ള ജാഗറിയും അതേപോലെ എസ്തുവിൻ്റെ വെയ്റ്റിന് ഈക്വൽ ആയിട്ടുള്ള വീറ്റും ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഹി ഈസ് വണ്ടറിങ് ഹൗ മച്ച് ഇറ്റ് വുഡ് കോസ്റ്റ്. അപ്പോൾ എത്ര രൂപ ചിലവാകും എന്ന ആലോചനയിലാണ് നഞ്ചുണ്ടപ്പ. ഓക്കെ, വാട്ട് വുഡ് ബി ദ വർത്ത് ഓഫ് ദ ഡൊണേറ്റഡ് ജാഗറി? വാട്ട് വുഡ് ബി ദ വർത്ത് ഓഫ് ദ ഡൊണേറ്റഡ് വീറ്റ്? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ജാഗറിക്ക് എത്ര കോസ്റ്റ് ആകും, അതേപോലെ ടോട്ടൽ വീറ്റിന് എത്ര കോസ്റ്റ് ആകും? Okay, so in order to find out, let us first describe the relationship among the quantities present. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് എന്തൊക്കെ വാല്യൂസ് ആവശ്യമുണ്ട്? എസ്തുവിൻ്റെ വെയ്റ്റ്, അതേപോലെ റോക്സിയുടെ വെയ്റ്റ്, പിന്നെ 1 കിലോഗ്രാം ജാഗറിയുടെ വെയ്റ്റ്, ജാഗറിയുടെ കോസ്റ്റ്, അതേപോലെ 1 കിലോഗ്രാം വീറ്റിൻ്റെ കോസ്റ്റ്. ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ വർത്ത് ഓഫ് ജാഗറി എന്ന് പറയുന്നത് റോക്സീസ് വെയ്റ്റ് ഇൻറ്റു കോസ്റ്റ് ഓഫ് 1 കിലോഗ്രാം ജാഗറിയാണ്. റോക്സിയുടെ വെയ്റ്റിനെ കോസ്റ്റ് ഓഫ് 1 കിലോഗ്രാം ജാഗറി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ജാഗറി കിട്ടും. അതേപോലെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ വീറ്റ് എങ്ങനെയാണ് കിട്ടുക? എസ്തുവിൻ്റെ വെയ്റ്റിനെ ടോട്ടൽ കോസ്റ്റ് ഓഫ് 1 കിലോഗ്രാം വീറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ വീറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ മേക്ക് നെസസറി ആൻഡ് റീസണബിൾ അസംഷൻസ് ഫോർ ദ അൺനോൺസ് ആൻഡ് ഫൈൻഡ് ദ ആൻസേഴ്സ്. റിമെമ്പർ, റോക്സി ഈസ് 13 years old ആൻഡ് എസ്തു ഈസ് 11 years old. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് റീസണബിൾ ആയിട്ടുള്ള അസംഷൻസ് അസ്യൂം ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ നമ്മളോട് പറഞ്ഞത് എന്താണ്? റോക്സി എന്ന് പറയുന്നത് ഒരു 13-year-old ആണ്, ഗേൾ ആണ്. അതേപോലെ എസ്തു എന്ന് പറയുന്നത് ഒരു 11-year-old ബോയ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു 13-year-old ഗേളിൻ്റെ വെയ്റ്റ് നമുക്കൊരു 45 കിലോഗ്രാം എന്ന് അസ്യൂം ചെയ്യുന്നു. അസ്യൂമിങ് റോക്സീസ് വെയ്റ്റ് ഈസ് 45 കിലോഗ്രാം and cost of 1 kilogram jaggery to be ₹70. ഓക്കെ, അങ്ങനെയാണെങ്കിൽ what is the worth of jaggery? Roxy's weight into cost of 1 kilogram jaggery അല്ലേ? അപ്പോൾ 45 into 70 which is equal to ₹3,150. ക്ലിയർ? ദെൻ അസ്യൂമിങ് എസ്തുസ് വെയ്റ്റ്, എസ്തുവിൻ്റെ വെയ്റ്റ് നമ്മൾ 50 കിലോഗ്രാം ആണെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ, അതേപോലെ കോസ്റ്റ് ഓഫ് വീറ്റ് എന്ന് പറയുന്നത് ₹50 ആണ് എങ്കിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എന്താകും? 50 into 50 ദാറ്റ് ഈസ് 2,500 ആണ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ വർത്ത് ഓഫ് ദ ജാഗറി എന്താണ്? ഈസ് 3,150 ആൻഡ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് വീറ്റ് ഈസ് ₹2,500. ക്ലിയർ? ഓക്കെ, ദ പ്രാക്ടീസ് ഓഫ് ഓഫറിംഗ് ഗുഡ്സ് ഈക്വൽ ടു ദ വെയ്റ്റ് ഓഫ് പേഴ്സൺ കോൾഡ് തുലാഭാര ഓർ തുലാഭാരം. അപ്പോൾ ഒരാളുടെ വെയ്റ്റിന് ഈക്വൽ ആയിട്ടുള്ള സാധനങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ തുലാഭാരം അല്ലെങ്കിൽ തുലാഭാര എന്നൊക്കെ പറയുന്നത്. ദെൻ റോക്സി വണ്ടർ, ഇൻസ്റ്റെഡ് ഓഫ് ജാഗറി, ഇഫ് വി യൂസ് 1 rupee coins, ഹൗ മെനി കോയിൻസ് ആർ നീഡഡ് ടു ഈക്വൽ മൈ വെയ്റ്റ്? ഹൗ ക്യാൻ വി ഫൈൻഡ് ഇറ്റ് ഔട്ട്? അപ്പോൾ നെക്സ്റ്റ് എന്താണ്? റോക്സിയുടെ അടുത്ത ഡൗട്ടാണ്. 1 rupee ജാഗറിക്ക് പകരം 1 rupee കോയിൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എത്ര കോയിൻസ് വേണ്ടി വരും? എൻ്റെ വെയ്റ്റിനോട് ഈക്വൽ ആകാൻ എത്ര 1 rupee കോയിൻസ് വേണം? ഓക്കെ, അപ്പോൾ ഫോർ ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ് യു ക്യാൻ കൺസിഡർ ഫോളോവിങ് ദ സ്റ്റെപ്സ് സജസ്റ്റഡ് ബിലോ. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് താഴെ പറയുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഗസ്സിങ്. ആദ്യത്തെ സ്റ്റെപ്പ് ഗസ്സിങ് ആണ്. മേക്ക് ആൻ ഇൻസ്റ്റൻറ്റീവ് ഓർ ക്വിക്ക് ഗസ് ഓഫ് വാട്ട് ദ ആൻസർ വുഡ് ബി വിത്തൗട്ട് എനി കാൽക്കുലേഷൻസ്. ഫസ്റ്റ് നമ്മൾ ഗസ് ചെയ്യുക, അതായത് പ്രോബ്ലം റീഡ് ചെയ്തതിന് ശേഷം ഏത് ആൻസർ ആണോ അതിന് ഏകദേശം വരിക എന്ന് നമ്മുടെ മൈൻഡിൽ വരുന്ന വാല്യൂ നമ്മൾ ഗസ് ചെയ്യുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് കാൽക്കുലേറ്റിംഗ് യൂസിങ് എസ്റ്റിമേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ. അപ്പോൾ എസ്റ്റിമേഷനും അപ്രോക്സിമേഷനും ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ റിലേഷൻഷിപ്പ് എമംഗ് ക്വാണ്ടിറ്റീസ് ദാറ്റ് ആർ നീഡഡ് ടു ഫൈൻഡ് ദ ആൻസർ. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഓക്കെ, ആര് തമ്മിലുള്ളതാണ്? ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്യുക.
ഓക്കെ, ആൻസർ കണ്ടുപിടിക്കുന്നതിനായിട്ട് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിനായി എക്സാമ്പിൾ നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ വർത്ത് ഓഫ് ജാഗറി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? റോക്സിയുടെ വെയിറ്റും കോസ്റ്റ് ഓഫ് 1 കിലോഗ്രാം ജാഗറിയാണ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് കോസ്റ്റ് ഓഫ് വർത്ത് ഓഫ് ജാഗറി കിട്ടിയത്. അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ റിലേഷൻഷിപ്പ്, ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ പ്രോബ്ലത്തിന് അനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. ആഫ്റ്റർ ദാറ്റ് make reasonable assumptions and approximations if the required information is not available. ഇനി നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? റീസണബിൾ ആയിട്ടുള്ള അപ്രോക്സിമേഷൻസും അസംഷൻസും യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ കമ്പ്യൂട്ട് ആൻഡ് ഫൈൻഡ് ദ ആൻസർ. ആഫ്റ്റർ ദാറ്റ് കമ്പ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. ദെൻ ചെക്ക് ഹൗ ക്ലോസ് യുവർ ഗസ് വാസ്. ഇനി ലാസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ ഇനിഷ്യലി ഗസ് ചെയ്ത വാല്യൂവും റിയൽ ആയിട്ട് അല്ലെങ്കിൽ കാൽക്കുലേഷന് ശേഷം നമുക്ക് കിട്ടിയ വാല്യൂം തമ്മിൽ എത്ര ക്ലോസ് ആണ് എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോസസ്സ്. ക്ലിയർ? ഇനി നമുക്ക് റോക്സിയുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാം. അതായത് എത്ര കോയിൻസ്, എത്ര 1 റുപ്പി കോയിൻസ് വേണ്ടി വരും നമുക്ക് നോക്കാം. അപ്പോൾ റോക്സിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 13 ഇയർ ഓൾഡ് ആണ് നമ്മൾ പറഞ്ഞു. സോ ഏകദേശം 45 കിലോഗ്രാം ആണ്, അതായത് 45,000 ഗ്രാം. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഞാനിവിടെ അപ്രോക്സിമേറ്റ് ചെയ്യുന്നു, അതായത് ഗസ് ചെയ്യുന്നു. ഏകദേശം ഒരു 10,000 കോയിൻസ് വേണമായിരിക്കും. ഓക്കെ, ഒരു 10,000 കോയിൻസ് ഉണ്ടെങ്കിൽ റോക്സിയുടെ വെയിറ്റിന് ഈക്വൽ ആകാം എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഒരു റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് കോയിൻസ് കണ്ടുപിടിക്കുന്നതിനായിട്ട് റോക്സിയുടെ വെയിറ്റും വെയിറ്റ് ഓഫ് 1 കോയിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്യുന്നു. എന്താണ്? നമ്പർ ഓഫ് കോയിൻസ് ഇസ് ഈക്വൽ ടു റോക്സീസ് വെയിറ്റ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് 1 കോയിൻ. ക്ലിയർ? ഓക്കെ, ദെൻ അപ്പോൾ റോക്സിയുടെ വെയിറ്റ് 45,000 ഗ്രാം ആണ്. അതേപോലെ വെയിറ്റ് ഓഫ് 1 റുപ്പി കോയിൻ നമുക്ക് 3.76 ഗ്രാം എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് കോയിൻസ് എന്തായിരിക്കും? 45,000 gram divided by 3.76 gram. ഓക്കെ, സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 11,968.08 കോയിൻസ് എന്ന്, അല്ലെങ്കിൽ നമുക്കൊന്നുകൂടി അപ്രോക്സിമേറ്റ് ചെയ്ത് 11,968 കോയിൻസ് എന്ന് പറയാം. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത വാല്യൂ 10,000 ആയിരുന്നു. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 11,968 കോയിൻസ് എന്നാണ് കിട്ടിയത്. ക്ലിയർ? ഓക്കെ, ദെൻ Estu ask, what if we use 5 rupee coins or 10 rupee notes instead? How much money could it be? അപ്പോൾ എസ്തുവിൻ്റെ ഡൗട്ട് എന്താണ്? 1 റുപ്പി കോയിന് പകരം നമ്മൾ 5 റുപ്പി കോയിനോ അല്ലെങ്കിൽ 10 റുപ്പി നോട്ടോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എത്ര രൂപ ടോട്ടൽ കോസ്റ്റ് വരും? ഓക്കെ, അല്ലെങ്കിൽ എത്ര റുപ്പീസിൻ്റെ നോട്ട് വേണം അല്ലേ? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ വെയിറ്റ് ഓഫ് റോക്സി എന്ന് പറയുന്നത് 45,000 ഗ്രാം. വെയിറ്റ് ഓഫ് 1 5 റുപ്പി കോയിൻ, ഒരു 5 റുപ്പി കോയിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 6.74 ഗ്രാം എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് കോയിൻസ് അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? റോക്സീസ് വെയിറ്റ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് 1 കോയിൻ. അതായത് 45,000 ഗ്രാം ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് 1 കോയിൻ ഈസ് 6.74 ഗ്രാം. This one is approximately equal to 6676.55, which is equal to 6677 coins. 6,677 coins ആണ് നമുക്ക് വേണ്ടി വരിക. ഓക്കെ, സോ ഇതിൻ്റെ കോസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ എന്ത് കണ്ടുപിടിക്കണം? 6,677 കോയിൻസ് ഏത് കോയിൻസ് ആണ്? 5 റുപ്പി കോയിൻസ് ആണ്. സോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 33380. സോ 33,380 റുപ്പീസ്. ക്ലിയർ? ഓക്കെ, ഇത്രയും കോസ്റ്റ് വരും റോക്സിയുടെ വെയിറ്റിന് ഈക്വൽ ആയിട്ട് 5 റുപ്പി കോയിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ. ക്ലിയർ?
നെക്സ്റ്റ് നമ്മൾ 10 rupee നോട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അസ്യൂം വെയിറ്റ് ഓഫ് റോക്സി എന്ന് പറയുന്നത് 45,000 gram ആണ്. വെയിറ്റ് ഓഫ് 1 10 rupee നോട്ട്, ഒരു 10 rupee നോട്ടിൻ്റേത് 1 gram ആണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് നോട്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റിലേഷൻഷിപ്പ് ഈസ് വെയിറ്റ് ഓഫ് റോക്സി ബൈ വെയിറ്റ് ഓഫ് 1 നോട്ട്. ക്ലിയർ? അപ്പോൾ നമുക്ക് 45,000 divided by 1 gram which is equal to 45,000 notes. ഇത്രയും 10 rupee നോട്ട്സ് വേണം. സോ വാട്ട് ഈസ് ദ ടോട്ടൽ വർത്ത്? എത്രയായിരിക്കും? 45,000 നോട്ട്സ് ഇൻറ്റു 10 rupee അല്ലേ? 10 rupeeയുടെ ഇത്രയും നോട്ടാണ്. അപ്പോൾ എന്ത് വരുന്നു? 45 ഓക്കെ 45,000 എന്താണ്? സോ ഇറ്റ്സ് 4,50,000 rupees. ക്ലിയർ? ഓക്കെ, സോ റോക്സിയുടെ വെയിറ്റിന് ഈക്വൽ ആയിട്ട് നമ്മൾ 10 rupee നോട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 4,50,000 rupeesൻ്റെ നോട്ട് വേണം. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് മേക്ക് ആൻ ഇൻസ്റ്റിങ്ക്റ്റീവ് ഗസ് ഫസ്റ്റ്, ദെൻ ഫൈൻഡ് ഔട്ട്, make necessary and reasonable assumptions about the unknown details and find the answers. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മളൊരു ഗസ് ചെയ്യാം, ദെൻ യൂസിങ് റീസണബിൾ അസംഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, ദെൻ എസ്തു സെയ്സ് വെൻ ഐ ബിക്കം ആൻ അഡൽട്ട് ഐ വുഡ് ലൈക്ക് ടു ഡൊണേറ്റ് നോട്ട് ബുക്സ് വർത്ത് മൈ വെയ്റ്റ് എവറി ഇയർ. അപ്പോൾ എസ്തു പറയുന്നത് എന്താണ്? എസ്തു വളർന്നു വലുതാകുമ്പോൾ എസ്തുവിൻ്റെ വെയ്റ്റിനനുസരിച്ചിട്ടുള്ള നോട്ട് ബുക്സ് എല്ലാ വർഷവും ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. റോക്സി എന്താണ് പറയുന്നത്? വെൻ ഐ ഗ്രോ അപ്പ് ഐ വുഡ് ലൈക്ക് ടു ഡു അന്നദാന. അന്നദാന എന്ന് പറയുന്നത് ഓഫറിങ് ഗ്രെയിൻസ് ഓർ മീൽസ്. നമ്മൾ ഫുഡ് ഡൊണേറ്റ് ചെയ്യാം. ഫുഡ് വർത്ത് മൈ വെയ്റ്റ് എവറി ഇയർ. അപ്പോൾ എൻ്റെ വെയ്റ്റിനനുസരിച്ചിട്ടുള്ള ഫുഡ് ഡൊണേറ്റ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് റോക്സിയും പറയുന്നു. സോ ഹൗ മെനി പീപ്പിൾ would might benefit from each of these offerings in a year. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഈ ഓഫറിങ്സ് കൊണ്ട് എത്ര ആളുകൾക്ക് പ്രയോജനമുണ്ടാകും? ഓക്കെ, അതാണ് ഇനി നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ആദ്യം എന്താണ്? എസ്തുവിൻ്റേത് അല്ലേ? എസ്തു പറയുന്നത് എന്താണ്? എസ്തുവിൻ്റെ വെയ്റ്റിന് ഈക്വൽ ആയിട്ടുള്ള ബുക്സ് ഡൊണേറ്റ് ചെയ്യും എന്നാണ്. അപ്പോൾ അസ്യൂമിങ് എസ്തൂസ് വെയ്റ്റ് 50 kilogram ആണ്. 50,000 gram എന്ന് നമുക്ക് എടുക്കാം. വെയ്റ്റ് ഓഫ് 1 ബുക്ക്, ഒരു ബുക്കിൻ്റെ വെയ്റ്റ് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 400 gram എന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ബെനിഫിഷ്യറീസ്, അതായത് എത്ര പേർക്ക് പ്രയോജനപ്പെടും, അതെന്താണ്? വെയ്റ്റ് ഓഫ് എസ്തു ബൈ വെയ്റ്റ് ഓഫ് 1 ബുക്ക്. ഇതാണ് റിലേഷൻഷിപ്പ് അല്ലേ? അപ്പോൾ വെയ്റ്റ് ഓഫ് എസ്തു എന്ന് പറയുന്നത് 50,000 ആണ്, ഡിവൈഡഡ് ബൈ 400. Okay, so answer is 125 persons. So ഏകദേശം 125 personsന് ബുക്ക് കൊടുക്കാൻ എസ്തുവിന് സാധിക്കും. ക്ലിയർ? ഓക്കെ, ഇനി അതുപോലെ റോക്സിയുടെ ആണെങ്കിൽ റോക്സീസ് വെയ്റ്റ് 45 kilogram ആണ്. സോ 45,000 gram. ഓക്കെ, അപ്പോൾ വെയ്റ്റ് ഓഫ് ഗ്രെയിൻ പെർ പേഴ്സൺ, ഏകദേശം ഒരാൾക്ക് കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് നമുക്കൊരു 500 gram എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ബെനിഫിഷ്യറീസ്, എത്ര പേർക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടും? സോ വെയ്റ്റ് ഓഫ് റോക്സി ബൈ വെയ്റ്റ് ഓഫ് ഗ്രെയിൻ പെർ പേഴ്സൺ, അതായത് 45,000 ഡിവൈഡഡ് ബൈ 500 gram. ഓക്കെ, ദിസ് വൺ ഈസ് ഈക്വൽ ടു 90 persons. സോ ഏകദേശം 90 personsന് ഫുഡ് കൊടുക്കാൻ റോക്സിക്ക് സാധിക്കും. ഓക്കെ, ക്ലിയർ? ദെൻ റോക്സി ആൻഡ് എസ്തു ഓവർഹേർഡ് സംവൺ സേയിങ് വി ഡിഡ് പദയാത്ര ഫോർ അബൌട്ട് 400 kilometer ടു റീച്ച് ദിസ് പ്ലേസ്. വി അറൈവ്ഡ് ഏർലി ദിസ് മോർണിംഗ്. അപ്പോൾ റോക്സിയും എസ്തുവും ആരോ പറയുന്നത് കേട്ടു, അവർ പദയാത്ര നടന്ന് 400 kilometer 400 kilometer പദയാത്ര നടന്നാണ് ഇവിടെ എത്തിയത്, ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഹൗ ലോങ് എഗോ വുഡ് ദേ ഹാവ് സ്റ്റാർട്ടഡ് ദെയർ ജേർണി? അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം മുമ്പായിരിക്കും അവരവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക?
അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്ത് ഒരു 10 days മുമ്പായിരിക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഗസ് ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഗസ്സിങ് അല്ലേ, നമ്മൾ ഗസ് ചെയ്യുന്നു. ഒരു 10 days മുമ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് 400 കിലോമീറ്റർ ആണ്. നമ്മൾ അസ്യൂമിങ് ദ ഡിസ്റ്റൻസ് വോക്ക്ഡ് പെർ ഡേ, ഒരു ദിവസം നടക്കുന്ന ഏകദേശം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 കിലോമീറ്റർ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സോ അങ്ങനെയാണെങ്കിൽ എന്താണ് റിലേഷൻഷിപ്പ്? നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കുന്നതിനായിട്ട് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡിസ്റ്റൻസ് വോക്ക്ഡ് പെർ ഡേ ആണ് അല്ലേ. ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് 400 കിലോമീറ്റർ, ആവറേജ് ഡിസ്റ്റൻസ് ഈസ് 20 കിലോമീറ്റർ പെർ ഡേ. സോ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഡേയ്സ്? 20 days. അപ്പോൾ ഏകദേശം 20 days നടന്നിട്ടാണ് അവർ ഇന്ന് രാവിലെ എത്തിച്ചേർന്നത് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. Before the rise of modern transport, people moved from one place to another by walking. Sometimes merchants, sages and scholars walked thousands of kilometers to different parts of the world across deserts, mountains and rivers. അപ്പോൾ മോഡേൺ ട്രാൻസ്പോർട്ടിന് മുമ്പ് ആളുകൾ നടന്നാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിരുന്നത് അല്ലേ. വ്യാപാരികളും സന്യാസിമാരും അങ്ങനെയുള്ളവരെല്ലാവരും തൗസൻഡ്സ് ഓഫ് കിലോമീറ്ററുകളോളം ഡെസേർട്സിലൂടെയും റിവേഴ്സിലൂടെയും മൗണ്ടൻസിലൂടെയും ഒക്കെ യാത്ര ചെയ്തിട്ടാണ് അവരവരുടെ ഡെസ്റ്റിനേഷൻസിൽ എത്തിച്ചേർന്നിരുന്നത്. ഹൗ മെനി ടൈംസ് എ പേഴ്സൺ circumnavigate, go around the world, the earth in their lifetime if they walk non-stop? Consider the distance around the earth as 40,000 kilometers. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരാൾ അയാളുടെ ലൈഫ് ടൈമിൽ നിർത്താതെ നോൺ സ്റ്റോപ്പ് ആയിട്ട് നടക്കുകയാണെങ്കിൽ എത്ര തവണ വേൾഡ് ചുറ്റിക്കറങ്ങാൻ സാധിക്കും? ഓക്കെ, സോ ഒരു ഹിൻഡ് തന്നിരിക്കുന്നത് എന്താണ്? ഡിസ്റ്റൻസ് അറൗണ്ട് എർത്ത് എന്ന് പറയുന്നത് 40,000 കിലോമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എത്ര തവണ ചുറ്റാൻ സാധിക്കും? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഒരു ആവറേജ് വാക്കിംഗ് സ്പീഡ് പെർ അവർ, ഏകദേശം ഒരു അവറിൽ 5 കിലോമീറ്റർ പെർ അവറിലാണ് യാത്ര ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 ഡേയിൽ എന്തായിരിക്കും? 5 × 24 hours. സോ 120 കിലോമീറ്റർ ആയിരിക്കും 1 ഡേയിൽ ട്രാവൽ ചെയ്യാം. ക്ലിയർ? 1 ഇയറിലാണെങ്കിലോ 120 × 135. സോ 43,800 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ സാധിക്കും. ഒരാളുടെ ലൈഫ് ടൈം, ആവറേജ് ലൈഫ് ടൈം എന്ന് പറയുന്നത് നമുക്കൊരു 80 years ആണ് എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ 80 years കൊണ്ട് അദ്ദേഹത്തിന് എത്ര ദൂരം നടക്കാൻ സാധിക്കും? 80 × 43,800. സോ ഇറ്റ്സ് 35,04,000. ക്ലിയർ? ഓക്കെ, ഇനി ഡിസ്റ്റൻസ് അറൗണ്ട് എർത്ത് എന്ന് പറയുന്നത് 40,000 ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സർക്കംനാവിഗേഷൻ അറൗണ്ട് ദ വേൾഡ്, അതായത് അല്ലെങ്കിൽ വേൾഡിനെ എത്ര തവണ ചുറ്റിക്കറങ്ങാം, എത്ര തവണ ചുറ്റിക്കറങ്ങാൻ സാധിക്കും? 35,04,000 divided by 40,000. ഓക്കെ, സോ നമുക്ക് ആൻസർ 87.6 ടൈംസ് എന്ന് കിട്ടും. അതായത് അപ്രോക്സിമേറ്റ്ലി ഒരു 88 ടൈംസ് നമുക്ക് വേൾഡ് ചുറ്റിക്കറങ്ങാൻ സാധിക്കും. നമ്മൾ നോൺ സ്റ്റോപ്പ് ആയിട്ട് നമ്മൾ 80 years വരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 88 ടൈംസ് നമുക്ക് വേൾഡ് ചുറ്റിക്കറങ്ങാൻ സാധിക്കും. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള പോർഷൻസ് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.